ഹലോ, വെൽക്കം ടു അവർ ചാനൽ ഈസി ഹിന്ദി ക്ലാസ്. രണ്ടാമത്തെ ഇക്കായി പഠിച്ചാലോ? രണ്ടാമത്തെ യൂണിറ്റാണ് നമ്മളിനി പഠിക്കാൻ പോകുന്നത്. രണ്ടാമത്തെ യൂണിറ്റിൻ്റെ പേരെന്താണ്? ഖുഷിക്ക് ഖുഷി. ഖുഷിക്ക് ഖുഷി, സന്തോഷത്തിൻ്റെ സന്തോഷം. ഖുഷി എന്താണ്? സന്തോഷം. ഈ യൂണിറ്റിലെ ആദ്യത്തെ ചിത്രം നോക്കിക്കേ. കൂട്ടുകാരെ, ഈ ചിത്രത്തിൽ എന്തൊക്കെയാണ് നിങ്ങൾ കാണുന്നത്? പൂച്ചയെ കാണുന്നുണ്ടല്ലേ? പൂച്ചയുണ്ട്, പശുവുണ്ട്, പശുക്കുട്ടിയുണ്ട്, വീടുണ്ട്, മരങ്ങളുണ്ട്, മനോഹരമായ ഒരു പുഴ ഒഴുകുന്നുണ്ട്. പുഴയിൽ മീനുകളെ കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെയോ പച്ചപ്പുകൾ കാണുന്നുണ്ട്, മലകളും കുന്നുകളും എല്ലാം നമുക്ക് ഈ ചിത്രത്തിൽ കാണാം അല്ലേ? അടുത്ത പേജിലെ ചിത്രം നോക്കിക്കേ. ഇവിടെ നമുക്കൊരു കിളിയെ കാണാം അല്ലേ? ഒരു ഇലയിൽ ഇരിക്കുന്ന ഒരു കിളിയെ കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. നമുക്ക് പഠിക്കാനുള്ള പാഠത്തിൻ്റെ പേരാണ് ചിടിയാ കാ ഘർ. എന്താണ് പാഠത്തിൻ്റെ പേര്? ചിടിയാ കാ ഘർ. ചിടിയ എന്താണ്? ചിടിയ ചിടിയ പക്ഷി. പക്ഷിയുടെ ഘർ. ഘർ വീട്. പക്ഷിയുടെ വീട്, പക്ഷിക്കൂട്. ഈ കവിത ആരാണ് എഴുതിയത്? നിരങ്കാർ ദേവ് സേവക്. നിരങ്കാർ ദേവ് സേവക് എന്ന കവി എഴുതിയ ഒരു ചെറിയ കവിതയാണിത്. നമുക്ക് പഠിച്ചാലോ? ആദ്യത്തെ വരി നോക്കിക്കേ. ചിടിയാ ലിയേ ചോഞ്ചുമീം തിൻക. ചിടിയാ ലിയേ ചോഞ്ചുമീം തിൻക. ചിടിയ ചിടിയ പക്ഷി, ലിയേ എടുത്തുകൊണ്ട്, ചോഞ്ചുമീം ചോഞ്ച് ചുണ്ട്, മീം ഇൽ ചുണ്ടിൽ, തിൻക തിൻക പുൽക്കൊടി. പക്ഷിയുടെ ചുണ്ടിൽ എന്താണുള്ളത്? പുൽക്കൊടി ഉണ്ടല്ലേ? പുൽക്കൊടി എടുത്തുകൊണ്ട് പക്ഷി പോവുകയാണ്. ചലി ബനാനെ ഘർ. എങ്ങോട്ടാ പോകുന്നേ? ചലി ബനാനെ. ചലി പോകുന്നു, ബനാനെ ഘർ വീടുണ്ടാക്കാൻ വേണ്ടി പോവുകയാണ്. ചുണ്ടിൽ കുറച്ച് പുല്ലൊക്കെ എടുത്തിട്ട് പോവുകയാണ് വീടുണ്ടാക്കാൻ വേണ്ടി. കോൻ രഹേഗ കോൻ രഹേഗ. ആര് താമസിക്കും? ആര് താമസിക്കും? കോൻ കോൻ രഹേഗ. കോൻ രഹേഗ എന്ന് പറഞ്ഞാൽ ആര് താമസിക്കും? ഉസ് ഘർ കെ അന്തർ. ആ വീടിൻ്റെ ഉള്ളിൽ. ഉസ് ആ ഘർ കെ അന്തർ. ഘർ വീട്, അന്തർ ഉള്ളിൽ. ആ വീടിൻ്റെ ഉള്ളിൽ ആര് താമസിക്കും? ഈ പാരഗ്രാഫിൽ എന്താണ് പറയുന്നത്? പക്ഷി തൻ്റെ ചുണ്ടിൽ വീടുണ്ടാക്കാൻ വേണ്ടി പുൽക്കൊടി എടുത്തുകൊണ്ട് പോവുകയാണ്. പിന്നെന്താണ് പറയുന്നത്? ആ വീട്ടിൽ ആരാണ് താമസിക്കുക? അടുത്ത പാരഗ്രാഫ് നോക്കാം. ചിടിയാക്കെ ദോ ബച്ചേ ഹോഗെ. ചിടിയാക്കെ ദോ ബച്ചേ ഹോഗെ. ചിടിയ പക്ഷിയുടെ, ദോ ദോ രണ്ട്, രണ്ട്, ബച്ചേ ബച്ചേ കുഞ്ഞുങ്ങൾ, കുഞ്ഞുങ്ങൾ, ഹോങ്കെ പക്ഷിക്കുഞ്ഞുങ്ങൾ ഉണ്ടാകും. ഉസ് ഘർ കെ അന്തർ. ആ വീടിൻ്റെ ഉള്ളിൽ. ആ വീടിൻ്റെ ഉള്ളിൽ ആരുണ്ടാകും? ആ പക്ഷിയുടെ രണ്ട് പക്ഷിക്കുഞ്ഞുങ്ങൾ ഉണ്ട്. പർ നിഗലേത്തോ ഉടുജായെങ്കെ. പർ പർ എന്താണ്? ചിറക്. നിഗലേത്തോ ചിറക് മുളച്ചാൽ, ഉടുജായെങ്കെ പറന്നു പോകും. ആരാണ് പറന്നു പോകുന്നത്? പക്ഷിക്കുഞ്ഞുങ്ങൾക്ക് ചിറക് മുളച്ചാൽ അവർ പറന്നു പോകും. ഫർ 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 ഫർ. എങ്ങനെയാ പറന്നു പോകുന്നത്? ഈ ഒരു ശബ്ദമുണ്ടാക്കിയിട്ടാണല്ലേ പോകുന്നത്. ഫർ ഫർ എന്ന ശബ്ദമുണ്ടാക്കി പക്ഷിക്കുഞ്ഞുങ്ങൾ പറന്നു പോകും. നമുക്ക് ഈ കവിത ഒന്ന് കേട്ടു നോക്കിയാലോ? ചിടിയാ ലിയേ ചോഞ്ചുമീം തിൻക, ചലി ബനാനെ ഘർ, കോൻ രഹേഗാ ഉസ് ഘർ കെ അന്തർ, ചിടിയാ കെ ദോ ബच्चे होंगे उस घर के अंदर, पर निगले तो उड़ जाएंगे फर 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 फर. വീഡിയോ കാണുന്ന കൂട്ടുകാരെല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. കൂട്ടുകാരെ, നമുക്കിനി ഈ പാഠത്തിലെ കുറച്ച് ആക്ടിവിറ്റീസ് നോക്കാം. പേജ് 34 പ്രവർത്തനം പഹ്ചാനെ ലിഗെ. പഹ്ചാനെ ലിഗെ, തിരിച്ചറിഞ്ഞ് എഴുതാനാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ടല്ലേ? ഒരു പക്ഷിയുടെ ചിത്രം കൊടുത്തിട്ടുണ്ട്. സൈഡിലായിട്ട് നമുക്ക് രണ്ട് ആൻസർ എഴുതാനുള്ളതും കൊടുത്തിട്ടുണ്ട്. എന്താ കൊടുത്തേക്കുന്നത്? തിൻക. തിൻക എന്താണ്? പുല്ല്. ചോഞ്ച് ചുണ്ട്. ഈ രണ്ട് വാക്കുകളും ഈ ബലൂണിൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ചോഞ്ച് എന്താണ്? പക്ഷിയുടെ ചുണ്ടാണല്ലേ? അപ്പോൾ ചുണ്ടിലുള്ള ബലൂണിൽ നമുക്ക് എന്തെഴുതാം? ചോഞ്ച് എന്ന് എഴുതാം. ചോഞ്ച് ചുണ്ട്. പുൽക്കൊടിയിൽ കൊടുത്തിട്ടുള്ള ബലൂണിൽ എന്തെഴുതണം? തിൻക എന്നെഴുതണം അല്ലേ? താഴെ ഒരു ചോദ്യം നോക്കിക്കേ. ചിടിയാക്കി ചോഞ്ചുമേം ക്യാ ഹേ. ചിടിയ പക്ഷി, പക്ഷിയുടെ ചുണ്ടിൽ ക്യാ ഹേ എന്താണ് ഉള്ളതെന്നാണ് ചോദ്യം. എന്താണ് പക്ഷിയുടെ ചുണ്ടിലുള്ളത്? നമ്മൾ പഠിച്ചല്ലേ? തിൻക. തിൻക എന്താണ്? പുൽക്കൊടി. അടുത്ത ചോദ്യം നോക്കിക്കേ. പഹ്ചാനെ ഔർ ലിഗെ.
തിരിച്ചറിഞ്ഞ് എഴുതാനാണ് ഇവിടെയും പറഞ്ഞിരിക്കുന്നത് അല്ലേ. ഇവിടെ നോക്കിക്കേ, 3 ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഓരോ ചിത്രത്തിനടുത്തും എഴുതാനുള്ള സ്ഥലവും കൊടുത്തിട്ടുണ്ടല്ലേ. ഇവിടെ 3 കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അത് എന്തൊക്കെയാണെന്ന് നോക്കാം. ഗർക്കെ അന്തർ ചിടിയാക്കെ ബച്ചേഹെ, വീടിൻ്റെ ഉള്ളിൽ പക്ഷികളുടെ കുഞ്ഞുങ്ങളുണ്ട്. അപ്പോൾ അത് ഏത് ചിത്രമാണെന്ന് നോക്കിയിട്ട് അതിന് നേരെ എഴുതണം. ചിടിയ, രണ്ടാമത്തെ നോക്കിക്കേ, ചിടിയ തിൻകോംസെ ഗർ ബനാത്തെ ഹെ, പക്ഷി തിൻക, പുൽക്കൊടി ഉപയോഗിച്ച് പക്ഷിക്കൂടുണ്ടാക്കുന്നു. ചിടിയാക്കെ ബച്ച് ഉഡ് ജാത്തെ ഹെ, പക്ഷി കുഞ്ഞുങ്ങൾ എന്താണ്, പറന്നു പോകുന്നു. ആദ്യത്തെ ചിത്രത്തിൽ എന്താണ്, പക്ഷി തിൻക കൊണ്ട് വരുന്നതാണല്ലേ, പുൽക്കൊടി എടുത്തുകൊണ്ട് വീടുണ്ടാക്കാൻ വേണ്ടി വരികയാണ്. അവിടെ എന്തെഴുതാം, ചിടിയ തിൻകോംസെ ഗർ ബനാത്തി ഹെ. രണ്ടാമത്തെ ചിത്രമോ, പക്ഷി കുഞ്ഞുങ്ങൾ പറന്നു പോകുന്നതാണല്ലേ. അപ്പോൾ അവിടെ എന്തെഴുതാം, ചിടിയാക്കെ ബച്ച് ഉഡ് ജാത്തെ ഹെ, പക്ഷി കുഞ്ഞുങ്ങൾ പറന്നു പോവുകയാണ്. മൂന്നാമത്തെ ചിത്രത്തിൽ എന്താണ് കാണുന്നത്, പക്ഷിക്കൂടിനുള്ളിൽ കുഞ്ഞുങ്ങൾ ഇരിക്കുന്നതാണല്ലേ. അപ്പോൾ എന്തെഴുതാം, ഗർക്കെ അന്തർ ചിടിയാക്കെ ബച്ചേ ഹേ. അടുത്ത ആക്ടിവിറ്റി നോക്കാം. പഹ്ചാനെ ഔർ താലിക വരെ. ചിത്രം നോക്കിയിട്ട് ഇവിടെ തന്നിരിക്കുന്ന കോളം പൂർത്തിയാക്കാം. ഈ ചിത്രത്തിൽ ഒരു വീട് കാണുന്നുണ്ട്. വീടിൻ്റെ അവിടെ നിൽക്കുന്ന ഒരു ആൺകുട്ടിയെ കാണുന്നുണ്ട്. ചെടികളുടെ അടുത്ത് നിൽക്കുന്ന ഒരു പെൺകുട്ടിയുണ്ട്. മരത്തിലിരിക്കുന്ന ഒരു പക്ഷിയുണ്ട്. പിന്നെ അവിടെ ഒരു ഡോഗ് നിൽക്കുന്നത് കാണാം. ഇതൊക്കെയാണല്ലേ ചിത്രത്തിൽ കാണുന്നത്. കുറച്ച് ചോദ്യങ്ങൾ കൊടുത്തിട്ടുണ്ട് അല്ലേ. ഗർക്കെ അന്തർ കോൻ ഹെ, വീടിൻ്റെ ഉള്ളിൽ ആരാണ്, അതിന് ഒരു ഉത്തരം കൊടുത്തിട്ടുണ്ട്. ഗർക്കെ അന്തർ ലടുക്കാ ഹെ, വീടിനുള്ളിൽ ആൺകുട്ടിയാണ്. കുത്താ കഹാം ഹെ, നായ എവിടെയാണ്. നദീമീൻ ക്യാ ഹെ, നദി പുഴയിൽ എന്താണ്. ബഗീച്ചമീൻ കോൻ ഹെ, പൂന്തോട്ടത്തിൽ ആരാണുള്ളത്. ചിടിയ കഹാം ഹെ, പക്ഷി എവിടെയാണ്. പൗതേമേ ക്യാ ഹെ, ചെടിയിൽ എന്താണ് ഉള്ളത്. ഉത്തരം കണ്ടെത്താനായിട്ട് നമുക്കിവിടെ കുറച്ച് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട് അല്ലേ. പൗതേമേ ഫൂൽ ഹെ, ചെടിയിൽ എന്താണുള്ളത്, പൂവുണ്ട്. ഗർക്കെ അന്തർ ലടുക്കാ ഹെ, വീടിനുള്ളിൽ ആൺകുട്ടിയുണ്ട്. ചിടിയ പേട് പർ ഹെ, പക്ഷി മരത്തിൻ്റെ മുകളിലുണ്ട്. നദീമേ മച്ചലി ഹെ, പുഴയിൽ മീനുണ്ട്. ബഗീച്ചമേ ലടുക്കി ഹെ, പൂന്തോട്ടത്തിൽ ഒരു പെൺകുട്ടിയുണ്ട്. കുത്ത ഘർക്കെ ബാഹർ ഹെ, വീടിൻ്റെ പുറത്ത് പട്ടി നിൽക്കുന്നുണ്ട്. വീഡിയോ കാണുന്ന കൂട്ടുകാരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ. ഉത്തരം നോക്കിയാലോ. കുത്ത കഹാം ഹെ, കുത്ത ഘർക്കെ ബാഹർ ഹെ. നദി में क्या है, नदी में मछली है. ബഗീച്ച में कौन है, ബഗീച്ച में लड़की है. चिड़िया कहाँ है, പക്ഷി എവിടെയാണ്. चिड़िया पेड़ पर है. पौधे में क्या है, पौधे में फूल है. ലൈക്ക് തരണേ.